ടി സിദ്ദിഖ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി സിദ്ദിഖ, അങ്ങനെ ഒടുവിൽ KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി നിയമിച്ചിരിക്കുകയാണ്. ഒപ്പം കെ സുധാകരനെ CWCയിലെ സ്ഥിരം ക്ഷണിതാവാക്കിക്കൊണ്ടാണ് ഉള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇവിടെ കെ സുധാകരനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അദ്ദേഹത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം ആയി തന്നെയാണോ ഇതിനെ കാണേണ്ടത്? തീർച്ചയായും എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്തും ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തെ കൂടെ വിശ്വാസത്തിലെടുത്തും പാർട്ടി പ്രവർത്തകന്മാരുടെ അണികളുടെ എല്ലാവരുടെയും താല്പര്യം മുൻനിർത്തിയും ഒക്കെയാണ് ഒരു നല്ല ടീം കേരളത്തിലെ കോൺഗ്രസിൽ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഈ സണ്ണി ജോസഫ് നേതൃത്വം കൊടുക്കുന്ന ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കാനും ഒരു മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ പുതിയ ടീമിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. സണ്ണി ജോസഫ് MLA പ്രഗത്ഭനായ DCC പ്രസിഡന്റ് ആയിരുന്നു. പ്രഗത്ഭനായ ഏറ്റവും നല്ല മിടുക്കനായ അഭിഭാഷകനായിരുന്നു. കേരളത്തിന്റെ അസംബ്ലിയിൽ എന്ത് വിഷയമുണ്ടെങ്കിലും പ്രാവീണ്യത്തോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ എല്ലാവരും സംശയം ചോദിക്കുകയോ ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ സണ്ണി ജോസഫ്. അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി, സംഘടനാ ബോധം, ഇതെല്ലാം തന്നെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്ന നിർണായക സന്ദർഭത്തിൽ നടത്തിയിരിക്കുന്ന ഈ പുനഃസംഘടന പാർട്ടിക്ക് ഏറെ അഭിമാനകരമാണ്. ഇത് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും കരുതിയുമുള്ള ഈ നീക്കം കേരളത്തിലെ കോൺഗ്രസിനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകും. പക്ഷേ ശ്രീ ടി സിദ്ദിഖ്, ഇവിടെ ഖാർഗയും രാഹുൽ ഗാന്ധിയും ഒക്കെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായാലും കെ സുധാകരന്റെ ഒരു പ്രതികരണം വന്നത് അങ്ങനെ ഒരു മാറ്റം സംബന്ധിച്ച താനുമായി യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. അപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിൽ പൂർണ്ണ തൃപ്തനായിരിക്കുമോ കെ സുധാകരൻ? അല്ല, അത് ഇപ്പോ അതിലൊന്നും പ്രസക്തിയില്ലല്ലോ. ബഹുമാന്യനായ ശ്രീ കെ സുധാകരനെ ഉൾക്കൊണ്ടും മറ്റുള്ളവരെ ഉൾക്കൊണ്ടും എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടും കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ഒരു പ്രഖ്യാപനം വീണ്ടും വന്നിരിക്കുകയാണ്. ആ പ്രഖ്യാപനം ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ആളുകളും കയ്യും നീട്ടി ഇതിനെ സ്വീകരിക്കും, തർക്കം വേണ്ട. യെസ്, ഇവിടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും കൂടി എത്തിച്ചേരുകയാണ്. അപ്പോൾ ഒരു പുതുമുഖങ്ങൾ നേതൃനിരയിലേക്ക് വരുന്നത് പാർട്ടിക്ക് വലിയ രീതിയിൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഗുണം ചെയ്യും എന്ന ഒരു തോന്നലിനെ തുടർന്നാണോ അങ്ങനെ ഒരു തീരുമാനം? മുഴുവൻ ടോട്ടലായിട്ടൊരു പുതിയ ലീഡർഷിപ്പ് വരാണല്ലോ. UDF കൺവീനർ, KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടൊരു പുതിയ ടീം വരികയാണ്. ആ പുതിയ ടീം ഒരു സക്സസ്ഫുൾ ടീമായിരിക്കും, തർക്കം വേണ്ട. കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുക്കും. യെസ്, നന്ദി ശ്രീ ടി സിദ്ദിഖ് പ്രതികരിച്ചതിന്.